നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. നൂഡിൽസ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നൂഡിൽസിലല്ല, പാസ്ത, റാഗി പാസ്ത. ഇന്ന് ആക്ച്വലി എനിക്ക് ഒരുപാട് പണികളുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. രാവിലെ നെട്ടയത്തുനിന്ന് ഇനി വന്നു. അപ്പോഴേക്കും ഏട്ടൻ മീൻ വാങ്ങിയിട്ട് വന്നു, മത്തി. അതിന് കറി വയ്ക്കണം. അപ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാമെന്ന് നോക്കിയപ്പോൾ നമ്മുടെ റാഗി നൂഡിൽസ് കുറേ ദിവസമായി വാങ്ങിച്ചതിരിക്കുന്നു. അതിനെടുത്തങ്ങനെ പാസ്ത അതിനെടുത്തങ്ങ് വെച്ചു. അത് കഴിക്കുന്നു. അത്ര ടേസ്റ്റ് ഇല്ല. നമ്മുടെ നൂഡിൽസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊള്ളില്ല, പാസ്ത കൊള്ളാം, എങ്കിൽ ആ നൂഡിൽസിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. ജോലിയൊക്കെ കഴിഞ്ഞു, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇരിക്കാം. മഴയുണ്ടോ നിങ്ങളുടെ ഇവിടെ? ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു. ഇപ്പോഴത്തെ നല്ല മഴക്കാരായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഇന്ന് പോത്തീസിലൊക്കെ ഒന്ന് പോവേണ്ട ആവശ്യമുണ്ട്, പക്ഷേ ഞാനങ്ങ് മടിച്ചിട്ടു. ഇപ്പോൾ സമയം 12 മണിയായി. ഇനിയിപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും, പിന്നെ വേദ വരും. അതുകൊണ്ട് ഞാനങ്ങ് മടിച്ചു. വൈകിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ഇവിടെ എല്ലാ വീടുകളിലും ടെറസിൻ്റെ മുകളിൽ വെള്ളം കയറുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ടാങ്കിൽ മാത്രം വെള്ളം മുകളിലേക്ക് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ബോർവെല്ലാണ് ഇപ്പോൾ എന്ന് വിടുന്നത്. അന്ന് ഇവിടുത്തെ പണി കഴിഞ്ഞ ശേഷം അവിടെ എല്ലാ വീടുകളിലും മുകളിൽ കയറുന്നുണ്ട്. പണി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നല്ല ഫോഴ്സിൽ വരുമ്പോൾ മുകളിൽ കയറാറുണ്ട്. പക്ഷെ ഇപ്പോൾ മുകളിൽ കയറുന്നില്ല. അപ്പം ഞാനങ്ങനെ അവിടെ വാട്ടർ അതോറിറ്റിയിലുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞു. പുള്ളി ഈവനിങ് നോക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ടും പോക്ക് നടക്കില്ല, നാളെ പോത്തീസിൽ പോവാം. 2 കാര്യങ്ങളുണ്ട്. വേറൊരു ഫോട്ടോഷൂട്ട്, ഇതിൻ്റെ ഒരു ഇത്. നമുക്ക് വസ്ത്രം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്ച്വലി ഫോട്ടോഷൂട്ടൊന്നും അധികമായിട്ട് ചെയ്യാത്തതാണ്. വസ്ത്രം ഉള്ളതുകൊണ്ട് എനിക്ക് സാരി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് എടുക്കണം. കഴിഞ്ഞ ദിവസം ആ സാരി കിട്ടിയ ബ്ലൗസ് റെഡിമെയ്ഡായിട്ട് എടുത്തത് പോത്തീസിൽ നിന്ന്. നല്ല ബ്ലൗസായിരുന്നു. അപ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഓൾട്ടർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, കാരണം ഞാൻ അപ്പോഴിട്ട് നോക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നാളെ പോയി വാങ്ങി ഓൾട്ടർ ചെയ്തെടുക്കണം. അതാണ് ഒരു പണി. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, മറന്നുപോയി. 2:45 ദേവേദ വന്ന് എന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ? അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ മോൻ തരിയുന്നത്. എന്താടാ റിവിഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത്. ഇനിയിപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട്, ട്യൂഷനാക്കാൻ പോകണം. ഞാൻ പറഞ്ഞില്ല ഇന്ന് പോത്തീസിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാട്ടറിൻ്റെ കണക്ഷൻ നോക്കാനായിട്ട് പുള്ളി വരും. അപ്പോൾ പിന്നെ ഇവിടെ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് വേദയെ വിട്ടിട്ടെങ്കിൽ വരാമെന്ന് കരുതി. വേറൊരു പണി, എനിക്ക് അക്ഷയയിൽ പോവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. അത് ഞാൻ മറന്നുപോയി സത്യമായിട്ടും. ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയുണ്ട് മറന്നുപോയെന്ന്. ആ മറന്നുപോയതിൻ്റെ കൂട്ടത്തിൽ അക്ഷയ പോവേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. എനിക്ക് ഇനിയിപ്പോൾ നാളെ പോവാം അക്ഷയയിൽ. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ അക്ഷയ? എനിക്ക് 4 മണിയാകുമ്പോൾ പുള്ളി വരുമെന്ന് പറയും. അപ്പോൾ വേദയെ വിട്ടിട്ട് വന്ന ഉടനെ പുള്ളി വരും. പിന്നെ വേദയെ വിളിക്കാൻ പോകുമ്പോൾ അക്ഷയയിൽ കയറാനുള്ള സമയമില്ല, മറന്നുപോയി. ഡ്രസ്സൊക്കെ ഇത് തന്നെ കേട്ടോ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ എവിടെ വേണമെങ്കിലും പോകും. പിന്നെ ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് സാധാരണ ഡ്രസ്സ് മാറുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇത് മതി, വേദ ട്യൂഷനാക്കുന്നു, തിരിച്ചു വരുന്നു, അത്രയല്ലേ ഉള്ളൂ. വേദയെ കൊണ്ടാക്കിയിട്ട് വന്നേ ഞാൻ ഒരു കുഞ്ഞ് പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്. കാരണം നമ്മൾ ഈ എയർ ഫ്രയറിലൊക്കെ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇന്ന് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ ഒരു ഏത്തങ്ക കിട്ടിയായിരുന്നു. അതിൻ്റെ പകുതി എടുത്ത് ഞാനിന്ന് അവിയൽ വെച്ചു. പകുതി ഏട്ടൻ മാത്രമേ ഇവിടെ അവിയൽ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഏട്ടന് മാത്രമായിട്ട് കുറച്ച് അവിയൽ വെച്ചപ്പോൾ അതിൽ പകുതി എടുത്തു. പകുതി നാളെ എങ്ങാനും വെക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടു. അപ്പോൾ ഞാൻ വേദയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങനെ വന്നപ്പോൾ എന്തിങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ച് വന്നപ്പോൾ ഈ എയർ ഫ്രയറിൽ ചിപ്സ് ഉണ്ടാക്കുമല്ലോ, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ആ കായ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എയർ ഫ്രയറിൽ ഇട്ടിട്ടുണ്ട്. ബീപ്പ് കേട്ട് ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് കൊടുത്തു. അത് ഓഫായി. നമുക്ക് നോക്കാമായോ ഇല്ലയോ. ഇതിൽ ചിലപ്പോൾ റീൽസിലൊക്കെ കാണിക്കുന്ന സംഭവം നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് സെയിം എക്സാക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഓക്കെ ആണോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാവേ. ചിപ്സ് ആയിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളുപ്പും ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു നുള്ളുപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടൊരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് കൊടുത്തു. ചൂട് നല്ല മുരിങ്ങിരിപ്പുണ്ടേ, കണ്ടോ. ഞാൻ കഴിച്ചു നോക്കാവേ. കരിമുരി ഇരിപ്പുണ്ട്. ചിപ്സായി. നമ്മൾ അധികം എണ്ണയിലൊന്നും ഇട്ട് വറക്കണ്ടേ. ചിപ്സ് റെഡി. നാളെ ഇനി ഒരു 1/2 കിലോ ഏത്തക്കായെങ്കിലും വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതായിരിക്കും എൻ്റെ പരിപാടി. ഉണ്ടാക്കി ഡെപ്പയിലൊക്കെ വെച്ചാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിപ്സ്.
എത്തങ്ക ചിപ്സ് എന്നാൽ കഴിക്കാമല്ലോ നമുക്ക്. ഉണ്ടോ? ഇത് ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തിട്ട് കേട്ടോ. അതുകൊണ്ടാണ് 180 5 മിനിറ്റ്സ് മതിയായത് കേട്ടോ. കനത്തിനാണെങ്കിൽ എനിക്കൊന്നും കുറച്ചുകൂടെ വേണ്ടി വരും. കൊള്ളാം. ഞാൻ വേദയ്ക്ക് കൂടി ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കുഞ്ഞ് വിഷു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാനും വേദയും കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫോട്ടോഷൂട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ അധികം ചെയ്യാത്ത ആളാണ്. പക്ഷേ എനിക്ക് വസ്ത്രം ഉള്ളത് കൊണ്ട് ഇപ്പോൾ അതെനിക്ക് ബന്ധമായിട്ടും ചെയ്താൽ മാത്രമേ നമ്മുടെ സാരിയുടെ ഭംഗിയാണെങ്കിലും നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലപോലെ അതൊരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വസ്ത്രയിൽ വരണമെങ്കിൽ അതിൻ്റേതായ ഒരു എഫേർട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും വേദയും കൂടി ഒരു വിഷു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വേദയ്ക്ക് ഇതിലാണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതും വസ്ത്രയുടെ സാരിയാണ്. യെല്ലോ സാരി ആൻഡ് ബ്ലാക്ക് ടോപ്പാണ് വരുന്നത്. ഈ സാരി ആക്ച്വലി കഴിഞ്ഞു. ഇതൊരെണ്ണം ഞാൻ വളരെ മുന്നേ എടുത്ത് മാറ്റി വെച്ചിരുന്നു എനിക്ക് വിഷുവിന് വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാരി എല്ലാം സോൾഡ് ഔട്ടാണ് കേട്ടോ. യെല്ലോ സാരി വിത്ത് ബ്ലാക്ക് ബ്ലൗസ്, മീൻസ് യെല്ലോ സ്കേർട്ടും ബ്ലാക്ക് ബ്ലൗസാണ് ഇതിന് വരുന്നത്. അതങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഞാനും വേദയും കൂടി ഇറങ്ങി. ഞാനേ വീട്ടിൽ നിന്ന് വേഷത്തിലാണ് ഇറങ്ങി വന്നത്. അവിടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആ ചേട്ടൻ വന്ന് അതൊക്കെ ക്ലീൻ ചെയ്തു. അതിൽ കുറച്ച് മണ്ണ് കടങ്ങിയിരുന്നിട്ടാണ് നമുക്ക് മുകളിലേക്ക് വെള്ളം കയറാത്തത്. അത് ആ ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഓക്കെ ആട്ടോ. അപ്പോൾ ആ ചേട്ടൻ വരുന്നപ്പോൾ 5 മണിയായി. കുറച്ചൊന്ന് ലേറ്റായി. എന്നിട്ട് വേദ ഓടിച്ചെന്നൊക്കെയാണ് വിളിച്ചിട്ട് വന്നു. അപ്പം നിന്ന വേഷത്തിൽ തന്നെ ഞാൻ പോയി വേദയെ വിളിച്ചിട്ട് വന്നു. ഈ വേഷവും അവിടെ കിടന്നൊരു കൂറ ചെരുപ്പ് കൊണ്ടുകൊണ്ടാണ് വന്നത് കേട്ടോ. അത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ കടയിൽ കയറിയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പൂജപ്പുര ബാറ്റയുടെ ഷോറൂമുണ്ട്. അപ്പോൾ ബാറ്റിൽ കയറാമെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ കയറിയില്ല. എൻ്റെ വേഷം അത്രയ്ക്കും വൃത്തികേടായിരുന്നു. എന്നിട്ട് ഇതേവിടെ പച്ചക്കറി കടയിൽ വന്നിട്ട് സ്വീറ്റ് പൊട്ടാറ്റോയും നാളെ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ചിപ്സ് ഉണ്ടാക്കാമെന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെന്താവുമെന്ന് നോക്കട്ടെ. അങ്ങനെ കുറച്ച് ക്യാരറ്റും തക്കാളിയൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ വെജിറ്റബിൾ ഷോപ്പിൽ കയറി അതെല്ലാം വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് മാർജിൻ ഫ്രീയിൽ കയറിയിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചീസ്, പനീർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനം. ഇതൊക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്കുള്ള സാധനങ്ങളാണ്. പച്ചമുളക്, തക്കാളി, മല്ലിയില, ചീസ്, പനീർ, ബട്ടർ, തൈര്, ഇത് ഇത്രയും എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതിനൊരു പഞ്ഞം ഉണ്ടാവില്ല. ചിലപ്പോൾ എടുത്ത് ചീത്തയായി കളയുന്നുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഇഡ്ഡലി സാമ്പാർ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ പച്ചക്കറി കട കയറിയപ്പോൾ ഇഡ്ഡലി മാവ് ഇരിക്കണം കണ്ടു. അങ്ങനെ അതൊരു കവർ വാങ്ങി. പിന്നെ സാമ്പാർ വയ്ക്കാൻ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ പരിപ്പ് കണ്ടില്ല. അങ്ങനെ പരിപ്പും ഒക്കെ വാങ്ങാനായിട്ട് കയറിയ പാടെ വേദയും കൂടെ ഉണ്ടല്ലോ. കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് തൊട്ട് പറക്കി എടുത്ത് കേട്ടോ. യോഗേട്ടും അതും ഇതൊക്കെ. യോഗേട്ടൊക്കെ ഹെൽത്തി ആണോയെന്ന് വെച്ചത് ഈ ഫ്ലേവേർഡ് യോഗേട്ടൊന്നും വാങ്ങുന്നത് നല്ലതല്ല. വേദയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്നും അത് കൊടുക്കണ്ട ഇത് കൊടുക്കണ്ടെന്ന് കരുതുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ബിസ്ക്കറ്റോ എന്തൊക്കെ വേദ വാങ്ങിച്ചു. വളരെ കുറച്ച് സാധനം വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഞാൻ അധികം എടുക്കരുത്, എല്ലാം കൂടി ഇങ്ങനെയൊന്നും കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങനെ സമാധാനിപ്പിച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വേദ സഫോള ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് കാച്ചി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നുടനെ സഫോള ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വേദക്കുട്ടി അവിടെ നിന്ന് സഫോള ഓട്സ്, മസാല ഓട്സ് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ വേണ്ട, വേദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുൾ ഓട്സ് എടുത്തില്ല കേട്ടോ. കാരണം അത്രയും ഓട്സ് ഉള്ള കഴിക്കത്തില്ല. ഡാമേജായ പാത്രം വെച്ച് ഓട്സ് കാച്ചുന്നതിൽ എന്നോട് ക്ഷമിക്കുക. ചൂടെടുത്ത് പണ്ടാറടങ്ങുന്നു. 2 ദിവസം മഴ പെയ്തിട്ടിന്ന് മഴയും പെയ്തില്ല, മഴക്കാറും ഉണ്ടായിരുന്നു. ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മതി ചുമ വന്നിട്ട് വേദയ്ക്ക് ചുമ മാറുന്നതേ ഇല്ല. എപ്പോഴും വൈറൽ ചുമയെന്നാണ് പറയുന്നത്. പേടി ചുമ വന്ന് ന്യൂമോണിയ എങ്ങാനും ആയോണ്ടല്ലോ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഓട്സ് കച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.